ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് സാഹസം എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഈ ഒരു സിനിമ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ കാണാൻ പോയ സമയത്ത് ആളില്ലാത്തതുകൊണ്ട് പടം വിട്ടില്ല. പിന്നെ അതിന് ശേഷമൊക്കെ ഭയങ്കര നെഗറ്റീവ് റിപ്പോർട്ടൊക്കെയാണ് ഞാൻ കേട്ടത്. പടം അങ്ങനെ വലിയ വർക്കായില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോഴും 7.5 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ റേറ്റിംഗ് ഒക്കെ. സോ എന്തായാലും ഞാൻ ഈ ഒരു സിനിമ ഇന്ന് ചെമ്പകശ്ശേരി സ്ക്രീൻ 3 പോയി കണ്ടു. ഉച്ചക്കലത്തെ ഷോയ്ക്കാണ് പോയി കണ്ടത്. 11:45 ഈ ഒരു സിനിമ കാണാണ്ടായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സിനിമയുടെ ട്രെയിലർ ഒരു കട്ട് ചെയ്തിരിക്കുന്നത് ഗംഭീര രസമായിരുന്നു. എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു വർക്കായിട്ടാണ് തോന്നിയത്. ഈ റീസെൻ്റ്ലി ഇഷ്ടപ്പെട്ട ഒരു ട്രെയിലറുകളിൽ ഒന്നായിരുന്നു സാഹസത്തിൻ്റെ. അതിൻ്റെ ഒപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ബിബിൻ അശോക് എന്ന് പറയുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, മ്യൂസിക് പരിപാടികളെല്ലാം വെടിച്ചിൽ ഐറ്റംസ് ആയിരുന്നു. പാട്ടുകളായിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, ഓരോരുത്തർക്കും സെപ്പറേറ്റ് കൊടുത്തിട്ടുള്ള ഓരോ സാധനങ്ങളായിക്കോട്ടെ, പടത്തിൻ്റെ ടോട്ടൽ ഗ്രാഫ് തന്നെ ഉയർത്തിയത് മൂപ്പരുടെ ആ ഒരു പരിപാടി കാരണമാണ്. അതൊന്നും എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചു. മൂപ്പര് ഇതിന് മുന്നത്തെ വർക്കുകൾ ഏതൊക്കെയാണെന്നും എനിക്കറിയില്ല, മൂപ്പര് ചെയ്തിട്ടുണ്ട് അതോ പുതിയ ആളാണെന്നും എനിക്കറിയില്ല. പക്ഷേ മൂപ്പരുടെ ഒരു കരിയറിൻ്റെ ആ ഒരു അടിത്തറ എന്ന് പറയുന്നത് മൂപ്പര് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു പടത്തിൽ കൂടെ. അതുപോലെ തന്നെ ബിബിൻ കൃഷ്ണ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഡയറക്ടറും അതുപോലെ തന്നെ റൈറ്ററും. അത്യാവശ്യം നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് ആൾക്കാരുടെ സ്റ്റോറി വന്ന ഒരു പോയിന്റിലേക്ക് എത്തിക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പരിപാടികൾ എഴുതുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതിൻ്റെ ഒപ്പം തന്നെ കോമഡിയും കൂടിയും മിക്സാക്കി എഴുതുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് പ്രിയദർശൻ അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് എഴുതിയിട്ടുള്ളൂ. പിന്നെ അതുപോലെ ജിത്തു ജോസഫിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ നുണക്കുഴി എന്ന് പറയുന്ന സിനിമ, അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇതിലും അത്യാവശ്യം ഒരു 80% ആ ഒരു പരിപാടി വർക്കൗട്ടായി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി 20%ത്തിൻ്റെ കഥ ഞാൻ പിന്നെ പറയാം. അതുപോലെ തന്നെ ഡി ഒ പി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അത് ചെയ്തിട്ടുള്ള ആരാണെന്നുള്ളത് എൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ആരാണെന്നുണ്ടെങ്കിലും ഗംഭീര വർക്കായിരുന്നു. പടത്തിൻ്റെ ടോട്ടൽ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്നത് ആ ഒരു DOP ആൻഡ് എഡിറ്റിംഗ് പരിപാടിയിലാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, മ്യൂസിക് ഔട്ട് ആൻഡ് ഔട്ട് കത്തിച്ചു വിട്ടിരിക്കുകയാണ്. ഇനി എടുത്തു പറയാനുള്ളത് ആക്ടേഴ്സിൻ്റെ കാര്യം. ആദ്യം തന്നെ പറയാം, നരേനായിരിക്കും എല്ലാവരും കുറേ പ്രതീക്ഷയോട് കൂടി കണ്ടിട്ടുണ്ടാവുക. നരേൻ്റെ ക്യാരക്ടർ ആക്ച്വലി കുഴപ്പമില്ല, കുറച്ച് കോമാളിത്തരം കൂടിപ്പോയോ എന്നുള്ളത് ഒഴിച്ചാൽ. കാരണം അത്രയും ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പോലീസ് ഓഫീസറുടെ പദവിയിലൊക്കെ ഇരിക്കുന്ന ഒരാൾ ഒരു കോമാളിയായിപ്പോയോ എന്നൊരു സംശയം തോന്നി എനിക്ക്. പിന്നെ അതുപോലെ തന്നെ മൂപ്പരുടെ മീശ സെറ്റ് ചെയ്തിരിക്കുന്നത് പടത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, എൻ്റെ മീശ കറക്റ്റ് ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ആ ഒരു സംഭവം എനിക്ക് വലിയ വർക്കായി തോന്നിയില്ല. കൊടുത്തിട്ടുള്ള സാധനം മൂപ്പര് രസമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യാൻ പാകത്തിനൊന്നുമില്ല. അതുപോലെ തന്നെ മൂപ്പരുടെ വൈഫായിട്ടുള്ള കഥാപാത്രം ആവശ്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. കുറച്ചും കൂടി വലിച്ചു നീട്ടാൻ ഒരു കോമഡിക്ക് വേണ്ടി കുത്തിക്കയറ്റിയ പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതിന് പുറമെ മെയിനായിട്ട് കഥ കടന്നു പോകുന്നത് റംസാൻ്റെയും ഗൗരിയുടെയും അതുപോലെ തന്നെ ശബരീഷിൻ്റെയും ഇവരുടെ കൂട്ടുകാരനായിട്ട് വന്നിട്ടുള്ള പപ്പൻ എന്ന് പറയുന്ന ആളുടെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു പയ്യൻ്റെ ക്യാരക്ടർ, അവൻ്റെയൊക്കെ ഗംഭീര പെർഫോമൻസ് എന്നല്ലാതെ വേറൊന്നും പറയുന്നില്ല. ശബരീഷിൻ്റെ ഒക്കെ കൗണ്ടറുകളൊക്കെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ബാബു ആൻ്റണിയുടെ ക്യാരക്ടർ, അത്തരത്തിലൊരു ക്യാരക്ടറൊക്കെ വന്നിട്ട് ഒരുപാട് നാളായി. അതുപോലെ തന്നെ വിക്ടർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരാൾ, എന്താ പേര് ഞാൻ മറന്നുപോയി, തമിഴിലൊക്കെ കണ്ട് പരിചയമുള്ള ഒരാളാണ്. നല്ല വില്ലനായിട്ട് തന്നെ വന്നിട്ടുള്ള ഒരാൾ. ആളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. കൊടുത്ത സാധനങ്ങളൊക്കെ എല്ലാവരും നീറ്റ് ആൻഡ് വെട്ടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് വന്നതെന്നൊന്നും എനിക്കറിയില്ല. ആകെ എനിക്ക് പോരായ്മ തോന്നിയിട്ടുള്ള നേരത്തെ പറഞ്ഞ നരേൻ്റെ ക്യാരക്ടറിൽ കുറച്ച് കോമാളിത്തരം കൂടിപ്പോയോ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കോമഡി തിരികാൻ വേണ്ടിയിട്ട് കുറച്ച് കോമാളിത്തരം ആക്കിയതാണോ എന്നറിയില്ല. അതിൻ്റെ ഒപ്പം തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി പെട്ടെന്ന് തീർക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു 2-3 ക്യാരക്ടേഴ്സ് അനാവശ്യ ക്യാരക്ടറുകളായിട്ട് എനിക്ക് തോന്നി പേഴ്സണലി. എല്ലാവർക്കും അങ്ങനെ തോന്നിക്കൊള്ളണമെന്നൊന്നുമില്ല. ആ ഒരു ക്യാരക്ടറുകളുടെ കുറച്ച് കാര്യങ്ങൾ ഒഴിച്ചാൽ തന്നെ കുറേ കാര്യങ്ങൾ ഒഴിവാക്കി സെക്കൻഡ് ഹാഫ് വേഗം തീർക്കായിരുന്നു. കുറച്ചും കൂടി ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നമ്മുടെ ബൈജു ചേട്ടനുണ്ട്, അതുപോലെ ബിബി ചേട്ടാന്ന് വിളിക്കുന്ന ഒരു പയ്യനെ, അയ്യോ ആ പുള്ളിക്കാരൻ്റെ പേര് ഞാൻ മറന്നുപോയി. മൂപ്പരുടെയൊക്കെ ആ ഒരു കൗണ്ടർ ലെവലൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ചില സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഷോർട്ടായി നമുക്ക് എൻജോയ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. 2.5 മണിക്കൂറോളം ഉണ്ട് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഒരു എന്താ പറയുക, ആവേശം വൈബിലൊക്കെ നമുക്കിരുന്ന് അടിച്ചു പൊളിച്ച് കാണാൻ പറ്റുന്ന ഒരു ഫൺ എൻ്റർടൈനർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശബരീഷിൻ്റെ ഒക്കെ ഒരു അഴിഞ്ഞാട്ടം എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം, നല്ല രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, ശബരീഷ്, പപ്പൻ, അതുപോലെ തന്നെ റംസാൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ടീമിൻ്റെ ആ ഒരു പരിപാടികളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. സോ എന്തായാലും നല്ലൊരു തിയേറ്റർ തന്നെ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളായിക്കോട്ടെ, പാട്ടുകളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എന്തായാലും
കാണാത്തവരുണ്ടെങ്കിൽ നല്ലൊരു തിയേറ്റർ തന്നെ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കുക. അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിട്ട് തന്നെ നിങ്ങളെ സംതൃപ്തിപ്പെടുത്തും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഫൺ എൻ്റർടൈനറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കണ്ടു നോക്കാവുന്ന, ഒരു തവണ അറ്റംപ്റ്റ് ചെയ്യാവുന്ന ഒരു സിനിമയായിട്ടാണ്. തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.